ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് കിച്ചൺ ടിപ്സുകളായിട്ടാണ്. ഇതിൽ ചിലതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ കുഴയ്ക്കുന്ന മാവ് ചിലപ്പോഴൊക്കെ നമുക്ക് ബാക്കി വരാറുണ്ടാവുമല്ലോ. അത് നമ്മൾ അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അതിന്റെ പുറം ഭാഗം കുറച്ച് ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ കുഴച്ച മാവ് ബാക്കി ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ മാവ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങാറുണ്ടല്ലോ. അപ്പൊ ഈ പൊട്ടറ്റോ ചൂടാറുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ തൊലി എങ്ങനെ പെട്ടെന്ന് കളഞ്ഞെടുക്കാം എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഫോർക്ക് എടുക്കുക. ആ ഫോർക്കിൽ നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. നമുക്ക് വേറൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ചിട്ട് പൊട്ടറ്റോയുടെ തൊലി ഇതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാം. ചൂടാറുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ കുറച്ചധികം നാരങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ഉണങ്ങിപ്പോയി അത് ചീത്തയായി പോവുകയൊക്കെ ചെയ്യും. നാരങ്ങ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ആദ്യത്തെ ടിപ്പ്, കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാം. അതിനുശേഷം ഈ നാരങ്ങ നമുക്ക് ഈ ന്യൂസ് പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊതിഞ്ഞിരിക്കുന്ന നാരങ്ങ ഒരു കവറിലാക്കിയിട്ട് കവറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ പെട്ടെന്നൊന്നും കേടുവരില്ല കേട്ടോ. ഇനി നമുക്ക് നാരങ്ങ പെട്ടെന്ന് ചീത്തയായി പോകാതിരിക്കുന്നതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കുന്നതാണിത്. നമ്മൾ നാരങ്ങ വാങ്ങിക്കുന്ന സമയത്ത് നാരങ്ങയുടെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ബോക്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നാരങ്ങ പെട്ടെന്നൊന്നും ചീത്തയാവുകയില്ല. അപ്പൊ ഇതുപോലെ ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നാരങ്ങ കുറച്ചധികം നാള് കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇനി ബീഫും ചിക്കനും അല്ലെങ്കിൽ മീനൊക്കെ നമുക്ക് കുറച്ചധികം നാള് ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് 2-3 പാത്രങ്ങളിലാക്കി ഇതേപോലെ വെച്ചു കൊടുക്കാം. നമുക്കിപ്പോൾ ഓരോ ദിവസം എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പം അത്രയും തന്നെ ക്വാണ്ടിറ്റിയിൽ ഓരോ ബോക്സുകളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇവിടെ 2 ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഈ ബീഫ് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രം ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ബീഫോ ചിക്കനോ അല്ലെങ്കിൽ ഫിഷ് എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ വീട്ടിൽ കല്ലുപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ വായ്വട്ടം കുറഞ്ഞ ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവില്ലേ, അതായത് നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും അല്ലെങ്കിൽ പാലൊക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പാല് വാങ്ങിക്കുന്ന ബോട്ടിൽസ്, അതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെള്ളം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ബോട്ടിൽസ്, അങ്ങനത്തെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കല്ലുപ്പ് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ കല്ലുപ്പിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കഴുകിയെടുക്കുകയാണെങ്കിൽ കുപ്പിയുടെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ പോവുകയും അതിനകത്തുള്ള സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കുഞ്ഞു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആവാറുണ്ട്. അങ്ങനത്തെ ബ്രെഡ് നമ്മൾ എന്താ ചെയ്യുക, കളയല്ലേ ചെയ്യുന്നത്. ഇനി മുതൽ നമുക്കത് കളയണ്ട. നമുക്കിത് ഉപയോഗിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൻ്റെ പിറകുവശത്തുള്ള കറ കളയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ പാനിൻ്റെ പിറകുവശത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ലപോലെ അമർത്തി ഒന്ന് ഉരച്ചു കൊടുക്കാം. ഒരിക്കലും സ്റ്റീലിന്റെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്.
സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇങ്ങനെ അമർത്തി ഉരയ്ക്കുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഉരച്ചതിന് ശേഷം ഞാൻ ഒന്ന് കഴുകി കളയാണ്. അപ്പോൾ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ വെട്ടിത്തിളങ്ങുമൊന്നുമില്ല, എന്നാലും ഇതിനകത്ത് അടിയിലുള്ള കറകളൊക്കെ പോയിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിവശമൊക്കെ നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. ഇനി ലാസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ ചക്കക്കുരുവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ചക്കയും ചക്കക്കുരു ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു കറി വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ചക്കക്കുരു യൂസ് ചെയ്ത് കറിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെക്കുന്ന ചക്കക്കുരു ഒട്ടും തന്നെ പൊട്ടാത്ത ചക്കക്കുരു ആയിരിക്കണം. നല്ല മുറിവുകളൊന്നും ഉണ്ടാവരുത്. നല്ല മുഴുവനോടെയുള്ള ഒരു ചക്കക്കുരു ആയിരിക്കണം. പിന്നെ മുളച്ച കുരുവും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ ചക്കക്കുരു നല്ലപോലെ വൃത്തിയായി കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഉണക്കിയെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു കവറിൽ, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വയ്ക്കും. ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്, നമ്മുടെ ചക്കക്കുരുവിലും ഒട്ടും നനവുണ്ടാവരുത്. അപ്പൊ ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചക്കക്കുരു കുറേ നാളത്തേക്ക് കേടാവാതെ ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടിന്നിലിട്ട് വെക്കുകയാണെങ്കിലും കുറേ നാളത്തേക്ക് നമ്മുടെ ചക്കക്കുരു ഒന്നും കേടാവാതെ ഇരിക്കും. ഒട്ടും നനവുണ്ടാവരുത്. ഈ ചക്കക്കുരു ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ പുറത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരുവിന്റെ തൊലിയൊക്കെ പെട്ടെന്ന് എങ്ങനെ കളയാമെന്ന് നോക്കാം. അപ്പോൾ അതാ ഒരു ചക്കക്കുരു എടുത്തിട്ട് നമുക്ക് ഏത് രീതിയിലാണോ കുരു വേണ്ടത് അതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ വെളുത്തൊരു തൊലി കളയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ബ്രൗൺ കളർ തൊലിയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബ്രൗൺ കളർ തൊലിയൊന്നും ആരും കളയാറില്ല. എന്നാലും ചിലവർക്കൊന്നും ഇഷ്ടമല്ല ഈ ബ്രൗൺ കളറിലെ തൊലി അതിലിരിക്കുന്നത്. നമുക്ക് നീളത്തിലാണോ വട്ടത്തിലാണോ എങ്ങനെയാണോ അരിയേണ്ടത് അതേപോലെ ഈ കുരു ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുരുവിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇനി ഈ ബ്രൗൺ കളർ തൊലി വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഒരു ടിപ്പ് പറയാം. നമ്മൾ തലേന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ചക്കക്കുരു നന്നാക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ഈ കുരുവിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറിലുള്ള തൊലിയൊക്കെ വിട്ടുപോരുന്നത് കാണാം. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് പറഞ്ഞ ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.